മറക്കുമോ ദൈവം മറക്കുമോ? തൻ വിളി കേട്ടിറങ്ങിയോരേ. മറക്കുമോ ദൈവം മറക്കുമോ? തൻ വിളി കേട്ടിറങ്ങിയോരേ. മറക്കുകില്ല, ഒരിക്കലും മറക്കുകില്ല ദൈവ പൈതലേ, നിന്നെ മറക്കുകില്ല. ദൈവം മറക്കുകില്ല, ഒരിക്കലും മറക്കുകില്ല ദൈവ പൈതലേ, നിന്നെ മറക്കുകില്ല. മറക്കുമോ ദൈവം മറക്കുമോ? തൻ വിളി കേട്ടിറങ്ങിയോരേ. തന്നാത്മാവു നയിക്കും ഭക്തന്മാരെ ഉള്ളം കയ്യിൽ ദൈവം വരച്ചിടും. തന്നാത്മാവു നയിക്കും ഭക്തന്മാരെ ഉള്ളം കയ്യിൽ ദൈവം വരച്ചിടും. ഓർത്തിടും ദൈവം ഓർത്തിടും തൻ ഭക്തന്മാരിൻ നിലവിളി ഓർത്തിടും. ഓർത്തിടും ദൈവം ഓർത്തിടും തൻ ഭക്തന്മാരിൻ നിലവിളി ഓർത്തിടും. മറക്കുകില്ല, ഒരിക്കലും മറക്കുകില്ല ദൈവ പൈതലേ, നിന്നെ മറക്കുകില്ല. ദൈവം മറക്കുകില്ല, ഒരിക്കലും മറക്കുകില്ല ദൈവ പൈതലേ, നിന്നെ മറക്കുകില്ല. മറക്കുമോ ദൈവം മറക്കുമോ? തൻ വിളി കേട്ടിറങ്ങിയോരേ. നിൻ മുൻപിൽ യോർദാൻ ഒഴുകുമ്പോൾ ഏലിയാവിൻ ദൈവം വന്നിടുമേ. നിൻ മുൻപിൽ യോർദാൻ ഒഴുകുമ്പോൾ ഏലിയാവിൻ ദൈവം വന്നിടുമേ. യോർദാൻ പിളർന്നിടും ദൈവം നടത്തിയിടും. മറുകരെ അണയ്ക്കും പൊൻകരത്താൽ. യോർദാൻ പിളർന്നിടും ദൈവം നടത്തിയിടും. മറുകരെ അണയ്ക്കും പൊൻകരത്താൽ. മറക്കുകില്ല, ഒരിക്കലും മറക്കുകില്ല ദൈവ പൈതലേ, നിന്നെ മറക്കുകില്ല. ദൈവം മറക്കുകില്ല, ഒരിക്കലും മറക്കുകില്ല ദൈവ പൈതലേ, നിന്നെ മറക്കുകില്ല. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 140 സങ്കീർത്തനം 5 വാക്യവും 142 സങ്കീർത്തനം 3 വാക്യവും വായിക്കാം. 140:5, 142:3. ഗർവികൾ എനിക്കായി കെണിയും കയറും മറച്ചു വച്ചിരിക്കുന്നു. വഴിയരികെ അവർ വല വിരിച്ചിരിക്കുന്നു. അവർ എനിക്കായി കുടുക്കുകൾ വച്ചിരിക്കുന്നു. ഗർവികൾ എനിക്കായി കെണിയും കയറും മറച്ചു വച്ചിരിക്കുന്നു. വഴിയരികെ അവർ വല വിരിച്ചിരിക്കുന്നു. അവർ എനിക്കായി കുടുക്കുകൾ വച്ചിരിക്കുന്നു. ദുഷ്ടന്മാർ, പൈശാചികനിടം കൊടുത്തിട്ടുള്ളവർ, ദുഷ്ടപൈശാചിൻ്റെ കയ്യിൽ ആയുധങ്ങളായിട്ടുള്ളവർ, ഗർവികൾ, അഹങ്കാരികൾ എനിക്കായി കെണിയും കയറും മറച്ചു വച്ചിരിക്കുന്നു. കെണി വച്ചിരിക്കുന്ന അറിയുകയില്ല, മറച്ചു വച്ചിരിക്കുന്നു. എന്നെ വീഴിക്കുവാൻ, എന്നെ നശിപ്പിക്കുവാൻ ഗർവികൾ എനിക്കായി കെണിയും
കയറും ഒളിച്ചു വച്ചിരിക്കുന്നു. കെണിയിൽ വീഴ്ച് കയറിൽ എന്നെ ബന്ധിച്ച് എന്നെ നാശത്തിലേക്ക് കൊണ്ടുപോകുവാൻ കെണിയും കയറും മറച്ചു വച്ചിരിക്കുന്നു. വഴിയരികെ അവർ വല വിരിച്ചിരിക്കുന്നു. ഞാൻ നടന്നു പോകുന്ന വഴിയിൽ അറിയാതെ ചെന്ന് കുടുങ്ങുവാൻ വഴിയരികെ അവർ വല വിരിച്ചിരിക്കുന്നു. അവർ എനിക്കായി കുടുക്കുകൾ വെച്ചിരിക്കുന്നു. 142 സങ്കീർത്തനം 3 വാക്യമായി. എൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുമ്പോൾ നീ എൻ്റെ പാതയെ അറിയുന്നു. ഞാൻ നടക്കുന്ന പാതയിൽ അവർ എനിക്ക് ഒരു കെണി ഒളിച്ചു വച്ചിരിക്കുന്നു. നടക്കുന്ന പാതയിൽ അവർ എനിക്ക് ഒരു കണി ഒളിച്ചു വച്ചിരിക്കുന്നു. നീ എൻ്റെ പാതയെ അറിയുന്നു. ഞാൻ നടക്കുന്ന പാതയിൽ അവർ എനിക്ക് ഒരു കണി ഒളിച്ചു വച്ചിരിക്കുന്നു. കെണിയിൽ വീഴിക്കുവാൻ, എന്നെ നാശത്തിൽ വീഴിക്കുവാൻ, എന്നെ വലയിൽ കുരുക്കുവാൻ, കൊടുക്കുവാൻ അവർ എനിക്ക് ഒരു കെണി ഒളിച്ചു വച്ചിരിക്കുന്നു. ഇവിടെ ദാവീദ് പറയുന്നത് ദാവീദിന് അക്ഷരീയമായുള്ള ശത്രുക്കളെക്കുറിച്ചാണ് പറയുന്നത്. ദാവീദിന് ശത്രുക്കളുണ്ടായിരുന്നു. ആദ്യകാലം മുതലേ ശത്രുക്കളുണ്ടായിരുന്നു. ദാവീദിൻ്റെ സ്വന്തം വീട്ടിൽ തന്നെ ശത്രുക്കളുണ്ടായിരുന്നു. ദാവീദ് ഗോലിയാത്തിനെ ജയിച്ചു വന്നപ്പോൾ ദാവീദിൻ്റെ സഹോദരന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. ദാവീദ് ഗോലിയാത്തിനെ നേരിടാമെന്ന് പറഞ്ഞ് പോയപ്പോൾ അങ്ങ് ആടുകൾ നോക്കുന്ന വേലയിൽ നിന്ന് ശൗൽ രാജാവിൻ്റെ തിരുവൻപാക ചെന്ന് പൊന്നുതിരുമേനി ഞാൻ ആ മല്ലനോട് എതിരിടാമെന്ന് പറഞ്ഞ് ചെന്നപ്പോൾ ഈ സഹോദരന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല, ചേട്ടന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ കിളുന്തി യുവാവ് അവനെന്ത് വിഡ്ഢിത്തമാണ് ഈ കാണിക്കുന്നത്, അവനുള്ള ആരോഗ്യമുണ്ടോ, അവർ പരിഹസിക്കുകയാണ് ചെയ്തത്, അവരവനെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. അവിടെ നമുക്കൊരു ആടുണ്ട്, അതിൻ്റെ പുറകെ നടക്കേണ്ടത് എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞ് അവനെ പരിഹസിച്ചും അവനെ ശാസിച്ചും ശകാരിച്ചും പറഞ്ഞുവിടാൻ നോക്കുകയാണ് ചെയ്തത്. കെണി ഒളിച്ചു വച്ചിരിക്കുന്നു, കെണി മറച്ചു വച്ചിരിക്കുന്നു. ദാവീദ് പറയുമ്പോൾ ദാവീദിൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരിൽ നേരിട്ടതായ കെണികളും കുരുക്കുകളും വലകളും കുടുക്കുകളും എല്ലാം ദാവീദിൻ്റെ മനസ്സിലുണ്ട്. ദാവീദ് ഓർത്തുകൊണ്ടാണ് പറയുന്നത്. നമ്മുടെയും ജീവിതത്തിൽ ഒരുപക്ഷെ ചിലർ മനുഷ്യർ കെണി വെച്ചിട്ടുണ്ടാകും, ചതികൾ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടാകും. ചതിയിൽ പൈസ അപഹരിച്ചവരുണ്ട്. ചതിച്ച് നമ്മുടെ പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും, ആരെങ്കിലും ചതിച്ച്. ചതിയിൽപ്പെടുത്തി നമുക്കുള്ള ചില സാഹചര്യങ്ങളോ സൗകര്യങ്ങളോ നഷ്ടപ്പെടുത്തിയവരുണ്ടാകും. ചതിയിൽപ്പെടുത്തി വിവാഹം മുടക്കിയവർ കാണും, കല്യാണ ആലോചന മുടക്കിയവർ കാണും. ചതിയാണ്. ചതിയിൽപ്പെടുത്തി കിട്ടാൻ പോകുന്ന ജോലി തടുത്തവർ കാണും. ചതിയിൽപ്പെടുത്തി നമുക്കുള്ള മാന്യത നഷ്ടപ്പെടുത്തിയവർ കാണും. ചില ചതിക്കുഴികൾ, ചില വഞ്ചനകൾ, നമ്മെ ചതിക്കുന്ന മനുഷ്യരുണ്ട്. എന്നാൽ ആ മനുഷ്യരുടെ പിന്നിൽ ഒരു ദുഷ്ടശക്തിയുണ്ട്, അതാണ് പൈശാചിക ശക്തി. ചതിക്കുന്ന മനുഷ്യരുണ്ട്. ഒരുപക്ഷെ ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങൾ അനേകരെ ചതിയിൽപ്പെട്ടവരായിരിക്കും. ചതിയിൽപ്പെട്ടവർ ഹൃദയം തുറന്ന് ചില കാര്യങ്ങൾ പറയാനായിട്ട് ചിലർ വരുമ്പോൾ അവർ പറഞ്ഞ ചില വാക്കുകൾ കേട്ടാൽ സങ്കടം തോന്നും. സാറേ, ഞാൻ ചതിയിൽപ്പെട്ടുപോയി, വലിയ ചതിയാണെന്ന് അറിഞ്ഞില്ല സാറേ, ചതിയാണെന്ന് അറിഞ്ഞില്ല. കാര്യം പറഞ്ഞു വരുമ്പോൾ ഞെട്ടിപ്പോകും. കൊടിയ ചതി, വലിയ അത്യാഹിതം, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ. ചതിയിൽ കൊടുക്കുകയായിരുന്നു, ചതിയിൽപ്പെടുത്തുകയായിരുന്നു. അനേകം ആളുകൾ ചതിയിൽപ്പെട്ടവരാണ്. ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങൾ അനേകം പേര് ചതിയിൽപ്പെട്ടവരില്ലേ? നിങ്ങൾ ചില അനർത്ഥങ്ങളിൽ കുടുങ്ങിയവരില്ലേ? ചിലരെ നിങ്ങൾക്ക് എതിരായി ചില കണികൾ ഒരുക്കി വെച്ച് നിങ്ങൾക്ക് നഷ്ടം വരുത്തിയവർ, നിങ്ങൾ കഷ്ടം വരുത്തിയവർ, നിങ്ങൾക്ക് അപകടം വരുത്തിയവർ, നിങ്ങളെ വഞ്ചിച്ചവർ, നിങ്ങളുടെ ഭാവി നശിപ്പിക്കാൻ ശ്രമിച്ചവർ ഇല്ലേ? അനേകം പേരെ ചതിയിൽപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, ഓർക്കൂ, നമ്മൾ അനേകം പേര് ചിലപ്പോഴെങ്കിലും ചതിയിൽപ്പെട്ടവരാണ്. അനേകം പേര് അതിനോർത്തും ദുഃഖിക്കുന്നവരാണ്. വേണ്ടായിരുന്നു എന്ന് അനുതാപം വരുന്നുണ്ട്. വേണ്ടായിരുന്നു, എനിക്ക് എന്തങ്ങനെ തോന്നിപ്പോയി, ആ സ്ഥലത്തേക്ക് പോകാൻ എനിക്കെന്താണ് അങ്ങനെ തോന്നിയത്, പക്ഷെ അങ്ങോട്ട് പോകണ്ടായിരുന്നു. ഒരു സ്ത്രീ എന്നെ വിളിച്ചു, സാറേ എൻ്റെ ഭർത്താവ് ചതിയിൽപ്പെട്ടുപോയി, അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞതാണ്, പോകണ്ട എന്ന് പറഞ്ഞതാണ്, അദ്ദേഹം പോയി സാറേ. രാത്രി എന്തിനിപ്പോൾ അങ്ങ് പോകണമെന്ന് ഞാൻ ചോദിച്ചതാണ്, പക്ഷേ വന്ന് വിളിച്ചപ്പോൾ കൂടെ പോയി സാറേ. പിന്നെ ഞാൻ കാണുന്ന ഡെഡ് ബോഡിയാണ്. ചതിയായിരുന്നു സാറേ, ഞാൻ അറിഞ്ഞില്ല, ചതിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ചതി പറ്റിയവർ, ചില കുടുക്കിൽപ്പെട്ടവർ, ദാവീദിന് പറ്റിയ ചില ചതികൾ ഓർത്തുകൊണ്ടാണ് ദാവീദ് പറയുന്നത്. ദാവീദ് പറയുകയാണ് കെണിയിൽപ്പെടുത്തിയെന്ന്, വലയിൽ കുടുക്കിയെന്ന്. ആ വാക്യങ്ങൾ ഒന്നുകൊണ്ട് വായിക്കാം. 142 സങ്കീർത്തനം 3 വാക്യവും 140 സങ്കീർത്തനം 5 വാക്യവും വായിക്കാം.
എൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുമ്പോൾ നീ എൻ്റെ പാതയെ അറിയുന്നു. ഞാൻ നടക്കുന്ന പാതയിൽ അവർ എനിക്ക് ഒരു കെണി ഒളിച്ചു വച്ചിരിക്കുന്നു. വീണ്ടും 140 സങ്കീർത്തനം 5-ാം വാക്യം. ഗർവികൾ എനിക്കായി കെണിയും കയറും മറച്ചു വച്ചിരിക്കുന്നു. കണിയും കയറും മറച്ചു വെച്ചിരിക്കുന്നു. മറച്ചു വെച്ചിരിക്കുകയാണ്. കണിയാണെന്ന് അറിയില്ല, അത് മറച്ചു വെച്ചിരിക്കുകയാണ്, ഒളിച്ചു വെച്ചിരിക്കുകയാണ്. ഗർവികൾ എനിക്കായി കണി ഒളിച്ചു വെച്ചിരിക്കുന്നു. വഴിയരികെ അവർ വല വിരിച്ചിരിക്കുന്നു. വഴിയരികെ അവർ വല വിരിച്ചിരിക്കുന്നു. അവർ എനിക്കായി കുടുക്കുകൾ വച്ചിരിക്കുന്നു. കുടുക്കുകൾ വെച്ചിരിക്കുന്നു. ദാവീദ് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഇതെല്ലാം എണ്ണി എണ്ണി പറയുകയാണ്. കുടുക്കുകൾ, വല വിരിച്ചിരിക്കുന്നു, കുടുക്ക് വെച്ചിരിക്കുന്നു, കെണി വെച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു ലളിതമായ ഉദാഹരണം പറയാം, വളരെ ലളിതമായിട്ട് മനസ്സിലാകും. ഒരു മീൻപിടുത്തക്കാരൻ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്നു. ആ ചൂണ്ട ഇരുമ്പ് സൂചിയാണ്, വളഞ്ഞ ഇരുമ്പ് സൂചി. ആ ഇരുമ്പ് സൂചി നല്ല മുനയുള്ളതാണ്, നല്ല മൂർച്ചയുള്ളതാണ്. പക്ഷേ ആ സൂചിയാണെന്ന് ആരും കാണില്ല. അത് ഒരുപക്ഷെ ഒരു ചെറിയ മീനോ അതല്ലെങ്കിൽ ഒരു ഞാഞ്ഞൂലോ കോർത്തിടുന്നു. ഈ ഞാഞ്ഞൂല് അതിൽ ഇങ്ങനെ കോർത്തിട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഒരറ്റം ഇങ്ങനെ പിടച്ചുകൊണ്ടിരിക്കും. അറ്റം പിടച്ചുകൊണ്ടിരിക്കത്തക്ക അല്പം നീളം കൂട്ടിയാണ് അതിൽ കൊളുത്തിയിടുന്നത്. ചൂണ്ടയിടുന്നു, മീനുകൾ കാണുന്നു. ആ ചൂണ്ടയാണെന്നറിയാതെ ആ ഒരു ഞാഞ്ഞൂല് കിടന്ന് പിടയ്ക്കുന്നത് കാണുമ്പോൾ മീനുകൾ കൊതി കൊണ്ട് ഓടി വരുന്നു, കടിക്കാൻ തുടങ്ങുന്നു. ഭാവനയാണ്, ഉദാഹരണമാണ്. തള്ളമീൻ പറയുന്നു, മോനെ പോവല്ലേ, അത് കടിക്കല്ലേ, മോനെ കടിക്കല്ലേ, അത് ചൂണ്ടയാണ് കേട്ടോ. അല്ല അമ്മേ, അമ്മയ്ക്ക് കാണാൻ പാടില്ല, ഇത് കണ്ടോ, ഇത് നല്ല ഞാഞ്ഞൂലാണ്, നല്ല രുചികരമായ ഭക്ഷണമാണ്. മോനെ അത് രുചികരമാണ് തോന്നും, പക്ഷേ അത് നീ ഭക്ഷിച്ച് കഴിയുമ്പോൾ, നീ വിഴുങ്ങി കഴിയുമ്പോൾ അകത്ത് നിൻ്റെ കരൾ കീറും, നിൻ്റെ അകം കീറിപ്പോകും. അകത്ത് ഇരുമ്പ് സൂചിയുണ്ട്. മോനെ, ഞാൻ അറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഈ കുളത്തിലുള്ള എത്രയോ മീനുകളെ മനുഷ്യങ്ങനെ പിടിച്ചിരിക്കുന്നു. നമ്മുടെ കൂട്ടത്തിൽ ഇതുപോലെ തുള്ളിക്കളിച്ച് നീന്തിക്കളിച്ച് നടന്ന എത്രയോ മീനുകൾ ഈ ദുഷ്ടമനുഷ്യരുടെ വറചട്ടിയിൽ പോയി പൊരിച്ചു കഴിഞ്ഞിരിക്കുന്നു. കുഞ്ഞെ, നീ അതിൽ തൊടല്ലേ. അമ്മ വിലക്കിയതുകൊണ്ട് അപ്പോൾ തൊടുന്നില്ല, പക്ഷേ അവൻ്റെ നോട്ടം അങ്ങോട്ടാണ്. ഈ ചെറുമീൻ്റെ നോട്ടം അങ്ങോട്ടാണ്. നല്ല ഒന്നാം തരം ഞാഞ്ഞൂല്. അമ്മയ്ക്ക് അറിയാൻ പാടില്ല, ഇതിൻ്റെ രുചി അമ്മയ്ക്ക് അറിയാൻ പാടില്ല. അമ്മ ഈ വെറുതെ നല്ല കാര്യങ്ങൾക്ക് തടുക്കുകയാണ്. വല്ല ദോഷമുണ്ടോ? അവൻ ചെന്ന് കടിക്കാൻ തുടങ്ങും. അമ്മ ഉടനെ, അയ്യോ മോനെ കടിക്കല്ലേ, അപകടമാണത്, വിഴുങ്ങല്ലേ, തൊടല്ലേ, മാറിപ്പോയിക്കോ. പിന്നെയും മാറിപ്പോന്നു. എപ്പോഴും അവൻ അമ്മയുടെ കണ്ണ് വെട്ടിച്ച് അവൻ ചെന്ന് ഒരൊറ്റ വിഴുങ്ങൽ. ഈ യുവാവായ മീൻ ചെന്ന്, അല്ല ആ ചെറുമീൻ ചെന്ന് ഇത് കടിച്ചു, വിഴുങ്ങിയപ്പോൾ നല്ല രുചി, ഇറക്കി. പക്ഷേ എവിടെയോ കൊള്ളുന്നു, ഏതാണ്ട് ചെറിയൊരു വേദന. ഒന്ന് പിടച്ചു. വേദന ശക്തമായി, ഒന്നുകൂടി പിടച്ചു. അപ്പോൾ അങ്ങകത്തേക്ക് ആ സൂചി കോർന്ന് ചെല്ലുന്നു. നല്ലപോലെ പിടച്ചപ്പോഴേക്കും ആ ചൂണ്ട അനങ്ങുന്നു. ഉടനെ ചൂണ്ടക്കാരൻ കരയിൽ നിന്നുകൊണ്ട് വലിച്ചു പൊക്കുന്നു. വെള്ളത്തിൽ നീന്തി കളിച്ചിരുന്ന മീൻ ഇപ്പോൾ വെള്ളത്തിൻ്റെ മീതെ കിടന്ന് പിടയ്ക്കുന്നു, ചൂണ്ടയിൽ കിടന്ന് പിടയ്ക്കുന്നു. അപ്പോൾ ഓർക്കുന്നു, അയ്യോ അമ്മ പറഞ്ഞത് കേട്ടോളാമായിരുന്നു, അയ്യോ കഷ്ടം, അമ്മ പറഞ്ഞത് ശരിയാണല്ലോ, അമ്മ പറഞ്ഞത് കേട്ടോളാമായിരുന്നു. അമ്മ പറഞ്ഞത് സ്നേഹത്തോടെ ആയിരുന്നു. ഞാൻ വിചാരിച്ചു എനിക്ക് നല്ല കാര്യങ്ങൾ അമ്മ മുടക്കുകയാണെന്ന്. നല്ല കാര്യങ്ങൾ അമ്മ മുടക്കുകയാണെന്ന് ഞാൻ വിചാരിച്ചു പോയി. അയ്യോ അതങ്ങ് അനുസരിച്ചോളാമായിരുന്നു. അയ്യോ ഇനി എന്താ വേണ്ടേ? കൂടുതൽ പിടച്ചു. ഈ മീനിൻ്റെ അകം ഇങ്ങനെ കീറിക്കൊണ്ടിരിക്കുന്നു. ആ മീനെ ആ ചൂണ്ടക്കാരൻ പിടിച്ചു, അതിൻ്റെ കഴുത്തൊടിച്ചു, അവൻ കൂടയിലാക്കി ഏതാനും സമയത്തിനകം വറചട്ടിയിൽ പൊരിക്കുന്നു. സഹോദരങ്ങളെ, ദുഷ്ടപിശാച് ഇതുപോലെ കെണി വയ്ക്കുന്നു. അനേകരിത് അറിയുന്നില്ല ഏതെല്ലാം കെണികളാണ് വയ്ക്കുന്നത്. ദുഷ്ടന്മാരെനിക്ക് വല വിരിച്ചിരിക്കുന്നു, അവർ എന്നെ കുടുക്കിൽപ്പെടുത്തിയിരിക്കുന്നു. ദുഷ്ട മനുഷ്യർ, ഗർവികൾ എനിക്ക് കെണി വച്ചിരിക്കുന്നു. ദാവീദ് പറയുകയാണ്, ഇന്ന് ഈ ചില ഫ്രണ്ട്ഷിപ്പിൽ കൂടി വരുന്ന കെണി മനുഷ്യരറിയുന്നില്ല. ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുന്നത് എന്നെ ഫ്രണ്ട്ഷിപ്പല്ലേ, സ്നേഹം, സൗഹൃദം. മനുഷ്യൻ വികാര ജീവിയല്ലേ, മനുഷ്യൻ സമൂഹ ജീവിയല്ലേ. ഒരു ഫ്രണ്ട്ഷിപ്പിൽ എന്താ കുഴപ്പം? അമ്മയ്ക്ക് അവനൊന്നും മനസ്സിലാവില്ല. ഫേസ്ബുക്ക് ഫ്രണ്ട്ഷിപ്പ്, അതല്ലെങ്കിൽ നെറ്റ് ചാറ്റിങ്സ്, അതിലൊക്കെ എന്താ കുഴപ്പം? അതിലെന്താ വേറെ തെറ്റുണ്ടോ? അല്ല, നല്ല നല്ല മനോഹരമായ ദൃശ്യങ്ങൾ, നല്ല പടങ്ങൾ, അതിലെന്താ കുഴപ്പം?
ഈ പഴഞ്ചൻ ചിന്താഗതിയാണ് അപ്പനും അമ്മയ്ക്കും ഉള്ളൂ, അല്ലെങ്കിൽ ഈ സുവിശേഷകന്മാരെന്ന് പറയുന്ന കൂട്ടർക്ക് പഴഞ്ചൻ ചിന്താഗതിയുള്ളൂ. അവർക്ക് ഇന്നത്തെ മോഡേൺ ട്രെൻഡ്സ് മനസ്സിലാവില്ല. മോഡേൺ സിവിലൈസേഷൻ്റെ പ്രതിഭാസങ്ങളുടെ ബാഹുല്യവും അതിൻ്റെ മേന്മയും മനുഷ്യർ മനസ്സിലാകുന്നില്ല. അവർക്ക് പ്രായമായവർക്ക് മനസ്സിലാവില്ല. എന്ത് രുചികരമായ കാര്യമാണ്. പല ചെറുപ്പക്കാരും ചെന്ന് കുടുക്കിൽപ്പെടുന്നു. ചിലപ്പോൾ അത് കൊലപാതകത്തിലേക്കായിരിക്കാം, ചിലപ്പോൾ അത് ആത്മഹത്യയിലേക്കായിരിക്കാം, ചിലപ്പോൾ തീർത്താൽ തീരാത്ത നിരാശയിലേക്കായിരിക്കാം. കുടുക്കിൽപ്പെട്ടു പോകുന്നു, കെണിയിൽപ്പെട്ടു പോകുന്നു. ചില പ്രേമത്തിൻ്റെ കുരുക്കുകൾ, നല്ല പഞ്ചാര വർത്തമാനങ്ങൾ, അയ്യോ പാലും തേനും ഒഴുകുന്ന വാക്കുകൾ, എന്ത് സുന്ദരമായ വാക്കുകൾ, എന്ത് അഭിനന്ദിക്കുന്ന വാക്കുകൾ. ആ വാക്കുകൾ കേൾക്കുമ്പോൾ പാവം പെൺകുട്ടിയുടെ ഹൃദയം ഇളകിപ്പോകും. ആ ചെറുപ്പക്കാരൻ അടുക്കൽ വന്ന് അവളെ തേനെ പാലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അവളുടെ ഹൃദയത്തെ വ്യാമോഹിപ്പിക്കുന്ന രീതിയിലും മോഹിപ്പിക്കുന്ന രീതിയിലുള്ളതായ ചില വാക്കുകൾ, ചാടുവാക്കുകൾ, തന്ത്രവാക്കുകൾ പ്രയോഗിക്കുമ്പോൾ പാവം പെൺകുട്ടി അത് വലയിൽ വീണു പോകുന്നു. എത്ര പറഞ്ഞാലും മനസ്സിലാവുകയില്ല. ഉപദേശിക്കും തോറും കരുത്ത് കൂടുകയാണ്, റിപ്പൽഷൻ കൂടുകയാണ്, എതിർപ്പ് കൂടുകയാണ്. ഇത് തെറ്റാണ് മോളെ, അതിലേക്ക് പോവല്ലേ മോളെ, ആ പ്രേമം തെറ്റാണ്, അപകടമാണ്, നിനക്ക് നാശം വരും, നീ പിന്നെ ദുഃഖിക്കേണ്ടി വരും എന്ന് എത്ര പറഞ്ഞാലും പെൺകുട്ടിക്ക് മനസ്സിലാവുകയില്ല. ഈ അപകടത്തിൽപ്പെട്ടു പോകുന്ന അനേകം പെൺകുട്ടികളുണ്ട്, അനേകം ആൺകുട്ടികളുമുണ്ട്, അനേകരെ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, ഇന്ന് ഈ വാക്കുകൾ കേൾക്കുന്ന നിങ്ങൾ ചിലരെങ്കിലും ചില ചതികളിൽപ്പെട്ടവരില്ലേ? ചിലരെങ്കിലും വലയിൽ കുടുങ്ങിയവരില്ലേ? ചിലരെങ്കിലും ചില കേടുകൾ സംഭവിച്ചവരില്ലേ? ഇനി തീർത്താൽ തീരാത്ത കേടുകൾ സംഭവിച്ചവരില്ലേ? പ്രായശ്ചിത്തത്തിന് പോംവഴിയില്ലാത്ത ചില അപകടങ്ങൾ സംഭവിച്ചവരില്ലേ? സ്നേഹിതരെ, അപകടം വരുന്നതിന് മുൻപ് രക്ഷപ്പെട്ടാൽ നല്ലത്. ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് സുബോധം വന്നാൽ നല്ലത്. ഇപ്പോഴെങ്കിലും തെറ്റിൽ നിന്ന് പിന്തിരിയാനുള്ള മനോബോധം വന്നാൽ നല്ലത്. പലതരത്തിലുള്ളതായ കെണികളിലും കുടുക്കുകളിലും പാവം ചെറുപ്പക്കാരിൽ നിന്ന് കുടുങ്ങുന്നു. അവരുടെ വിദ്യാഭ്യാസം നശിക്കുന്നു. ചില മാതാപിതാക്കളിൽ നിന്ന് നിരാശയോടെ പറയുന്നു, അയ്യോ പഠിക്കാൻ നല്ല ബുദ്ധിയുള്ള കുട്ടിയായിരുന്നു എൻ്റെ മോൻ, എന്ത് നല്ല സമർത്ഥനായിരുന്നു, അവൻ ക്ലാസ്സിൽ ഫസ്റ്റായിരുന്നു, അയ്യോ കഷ്ടം, ഇന്ന് അവൻ്റെ സ്ഥിതി എന്താണ്, അവനൊന്നും മനസ്സിലാകുന്നില്ല, പഠിക്കാൻ തോന്നുന്നില്ല, വായിക്കാൻ തോന്നുന്നില്ല, അവൻ ഉത്സാഹം പോയിരിക്കുന്നു, അവൻ എപ്പോഴും ഇങ്ങനെ വിഷാദ വ്യവസനായി നിൽക്കുന്നു, അവൻ്റെ മുഖം വാടിപ്പോയിരിക്കുന്നു, അവൻ്റെ മുഖം മ്ലാനമായി പോയിരിക്കുന്നു, അവൻ്റെ മുഖം ഇരുണ്ട് പോയിരിക്കുന്നു, അവൻ്റെ മുഖത്തിൻ്റെ പ്രസാദം പോയിരിക്കുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ കൊച്ചിങ്ങനെ ആയിപ്പോയല്ലോ. ഇന്ന് മാതാപിതാക്കൾ ദുഃഖത്തോടിരിക്കുന്നു. എന്താണ് കാരണം? ചില കൂട്ടുകെട്ടുകളുടെ ചതിക്കുഴിയിൽ വീണു. ചില കൂട്ടുകൾ, ഫ്രണ്ട്ഷിപ്സ്. ഓർത്തുകൊള്ളൂ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കൂട്ടുകാരെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. കൂട്ടുകെട്ടുകൾ സൂക്ഷിച്ചു കൊള്ളണം. കൂട്ടുകാർ കൂട്ടം കൂടുമ്പോഴാണ് അപകടം കൂടുന്നത്. ഒറ്റയ്ക്കാണെങ്കിൽ വലിയ കുഴപ്പമില്ല. ഇനി പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഫ്രണ്ട്സൊന്നും വേണ്ടെന്ന് ഞാൻ പറയില്ല, തെറ്റിദ്ധരിക്കരുത്. പക്ഷേ ഞാൻ പറയാം, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. നല്ല സ്വഭാവമുള്ളവരുമായിട്ട് മാത്രമേ കൂട്ടുകൂടാവൂ. കഞ്ചാവ് ഉപയോഗിക്കുന്നവർ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ, മദ്യത്തിൻ്റെ അടിമകളായി പോയവർ, ചീത്ത ജീവിതം നയിക്കുന്നവർ, അശുദ്ധിയിൽ രസിക്കുന്നവർ, അശുദ്ധ ചിത്രങ്ങളിൽ മയങ്ങി കഴിയുന്നവർ, ജീവിതം താറുമാറാക്കി കളഞ്ഞവർ, ഉപരിക്കൂത്തുകളിൽ ലയിച്ചും രസിച്ചും ജീവിക്കുന്നവർ, ഇങ്ങനെയുള്ളവരുമായി നിങ്ങൾ കൂട്ടുകൂടിയാൽ മക്കളെ നിങ്ങൾക്ക് അപകടമാണ്, അത് നാശമാണ്, അനർത്ഥമാണ്. കെണിയിലും കുടുക്കിലും നിങ്ങൾ കുടുങ്ങാനിട വരരുത്. വലയിൽ നിങ്ങൾ വീണു പോകാനിട വരരുത്. പിശാച് നിങ്ങളെ വലയിൽ കൊടുക്കാൻ സമ്മതിച്ചു പോകരുത്. ദൈവത്തിന് സ്തോത്രം. ദാവീദ് ഇതെല്ലാം പറയുമ്പോൾ ദാവീദിൻ്റെ മനസ്സിലുണ്ട്, എൻ്റെ ജീവിതത്തിൽ ചില കെണികളിൽ ഞാൻ വീണുപോയല്ലോ എന്ന്. വലിയ ചില കെണികൾ വീണുപോയി. ദാവീദ് വീണ ഏറ്റവും വലിയ കെണി പാപത്തിൻ്റെ കെണിയായിരുന്നു. പാപത്തിൻ്റെ കെണി. ശമൂവേൽ പ്രവാചകൻ്റെ 2-ാമത്തെ പുസ്തകം 11-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം ദാവീദ് വീണ പാപത്തിൻ്റെ കെണിയുടെ ഭീകരത. ശമൂവേൽ പ്രവാചകൻ്റെ 2-ാമത്തെ പുസ്തകം 11-ാം അധ്യായം 2-ാം വാക്യം മുതൽ വായിക്കാം. ഒരു നാൾ സന്ധ്യാകാറായ സമയത്ത് ദാവീദ് മെത്തയിൽ നിന്ന് എഴുന്നേറ്റു. രാജധാനിയുടെ മാളികമേൽ ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് മാളികയിൽ നിന്ന് കണ്ടു. ആ സ്ത്രീ അതിസുന്ദരിയായിരുന്നു. ദാവീദ് ആളയച്ച് ആ സ്ത്രീയെ പറ്റി അന്വേഷിപ്പിച്ചു. സ്ത്രീ ബത്ശേബ എന്ന് പറയുന്ന സ്ത്രീ ഒരിക്കലും കെണി വെച്ചതൊന്നുമല്ല. പക്ഷേ ആ സ്ത്രീ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നില്ലേ എന്ന് ഒന്ന് ചിന്തിച്ചു പോകാം. ഒരു സ്ത്രീയല്ലേ, സ്ത്രീകൾക്ക് ലജ്ജാശീലം വേണ്ടേ? പുരുഷന്മാർക്കും വേണം. സ്ത്രീകൾക്ക് ലജ്ജാശീലം വേണ്ടേ? സ്ത്രീകൾക്ക് വിവേകം വേണ്ടേ? പിന്നെ പറയാം, ബത്ശേബയ്ക്ക് അഭിഷേകമില്ലല്ലോ, അഭിഷേകമില്ല. പക്ഷേ ദാവീദ് അങ്ങനെയല്ല. ദാവീദ് അഭിഷേകമുള്ളവനാണ്. ദാവീദ് മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് കുളിക്കടവിലേക്ക് നോക്കാൻ പാടില്ലായിരുന്നു.
ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ പാടില്ലായിരുന്നു. ദാവീദിൻ്റെ മ്ലേച്ഛവികാരങ്ങൾ ഉണരാൻ അവസരം കൊടുക്കാൻ പാടില്ലായിരുന്നു. ദാവീദിൻ്റെ ജഡത്തിലുള്ളതായ മലിന ചിന്തകൾക്കും മലിന വികാരങ്ങൾക്കും മലിന മോഹങ്ങൾക്കും ഉത്തേജനം ലഭിക്കത്തക്കമുള്ളതായ സാഹചര്യം ദാവീദ് ഒഴിവാക്കേണ്ടതായിരുന്നു. ദാവീദ് അഭിഷിക്തനാണ്. ആ സ്ത്രീ പക്ഷേ അവൾക്ക് അഭിഷേകമില്ല. എങ്കിലും ഒരു വിവേകമുള്ള സ്ത്രീ കുറച്ചുകൂടി ലജ്ജാവതി ആയിരിക്കേണ്ടതല്ലേ? അവൾ പരസ്യമായി നിന്ന് ഒരു കുളിക്കടവിൽ നിന്ന് കുളിക്കാമായിരുന്നു. തെറ്റായിപ്പോയില്ലേ? ഒരു നാൾ സന്ധ്യാകാറായ സമയത്ത് ദാവീദ് മെത്തയിൽ നിന്ന് എഴുന്നേറ്റു, മാളിമേൽ ഉലാവിക്കൊണ്ടിരുന്നു. കെണിയാണെന്ന് ദാവീദ് വിചാരിച്ചില്ല. അത് പിശാച് ഒരുക്കി കെണിയായിരുന്നു. ബത്ശേബ കെണിയൊന്നും ഒരുക്കിയതല്ല. അവൾക്ക് ദുരുദ്ദേശം ഉണ്ടായിരുന്നില്ല താനും. ആ സ്ത്രീ സന്ധ്യാകാറായി, നേരം വൈകി, കുളിച്ചിട്ട് വരാം, സ്വാഭാവികമായിട്ട് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ആ പഴയ കാലത്ത് കുളിമുറിയോ സൗകര്യങ്ങളോ ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് അവൾ പരസ്യമായി നിന്ന് കുളിച്ചതായിരിക്കാം. ഏതായാലും അതിൻ്റെ പിന്നിൽ പിശാചിൻ്റെ കെണിയുണ്ടായിരുന്നു, സാത്താൻ്റെ കെണിയുണ്ടായിരുന്നു. സാത്താൻ്റെ വല വീശിയിരുന്നു. ദാവീദ് നോക്കിക്കൊണ്ടു നിന്നു. നോട്ടത്തിൽ കൂടി പാവം വന്നു. ദാവീദിൻ്റെ കണ്ണ് നിത്യനായ ദൈവത്തിൻ്റെ സ്നേഹം കണ്ട കണ്ണാണ്. ദാവീദിൻ്റെ കണ്ണ് ദൈവത്തിൻ്റെ വിശുദ്ധി കണ്ട കണ്ണാണ്. ദാവീദിൻ്റെ കണ്ണ് ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിച്ച കണ്ണാണ്. ദാവീദിൻ്റെ അവയവങ്ങൾ അഭിഷേകമുള്ള അവയവങ്ങളാണ്. അഭിഷിക്തൻ്റെ അവയവങ്ങൾ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അഭിഷിക്തൻ്റെ അവയവങ്ങൾ അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തീ പൊതിഞ്ഞ അവയവങ്ങളാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് തീയാൽ ജ്വലിക്കുന്ന അവയവങ്ങളാണ്. അതങ്ങോട്ട് നോക്കാൻ പാടില്ലായിരുന്നു. ഒരു ജഡീകനെ പോലെ ദാവീദ് നോക്കി നിൽക്കാൻ പാടില്ലായിരുന്നു. ദാവീദിന് തോന്നിക്കാണും, വേറെ ആരും കാണുന്നില്ലല്ലോ, മനുഷ്യരും അറിയുന്നില്ലല്ലോ, ഞാൻ ഈ മട്ടുപ്പാവിൽ നിൽക്കുന്നു, വേറെ ആരും ഇപ്പം എന്നെ കാണുന്നില്ല, ആ സ്ത്രീയും എന്നെ കാണുന്നില്ല, കുഴപ്പമില്ലല്ലോ. പക്ഷേ കാണുന്നുണ്ടായിരുന്നു. ആര്? സ്വർഗത്തിലെ ദൈവം, നിത്യനായ ദൈവം കാണുന്നുണ്ടായിരുന്നു. ദൈവം ഇതിലേ നിൻ്റെ ജീവിതത്തിൽ നീ എത്ര രഹസ്യമായി ചെയ്താലും, എത്ര രഹസ്യമായി നീ ചെയ്താലും എല്ലാം കാണുന്നൊരു ദൈവമുണ്ട്. എത്ര രഹസ്യമായി ചെയ്താലും ദൈവസനിലൊന്നും രഹസ്യമല്ല. ദൈവം ഇന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്നവനാണ്. ദൈവം ഉൾപ്പൂവുകളെ ശോധന ചെയ്യുന്നവനാണ്. ഹൃദയത്തെ ശോധന ചെയ്യുന്നവനാണ്. ഹൃദയത്തിൻ്റെ അന്തർഭാഗങ്ങളെ ശോധന ചെയ്യുന്നവനാണ്. അകത്തെ ഉള്ളിരിപ്പുകൾ ദൈവം ശോധന ചെയ്യുന്നവനാണ്. എബ്രായ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം ഒന്ന് വായിക്കൂ. എബ്രായ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം. ദൈവത്തിൻ്റെ മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. എബ്രായർ 4:13. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, ദൈവത്തിന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. ദൈവത്തെ മറയ്ക്കാൻ സാധ്യമല്ല. വെളിപ്പാട് 2-ാം അധ്യായം 23-ാം വാക്യം ഇത് തന്നെ പറയും. സങ്കീർത്തനം 7:9 ഇത് തന്നെ പറയും. ദൈവത്തിന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും ദൈവത്തിൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. ദൈവം ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു. ദൈവം ഇന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്നു. ദൈവം ഉൾപ്പൂവുകളെ ശോധന ചെയ്യുന്നു. വെളിപ്പാട് 2:23. ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. ഹൃദയങ്ങളെയും ഉൾപ്പൂവുകളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. ഹൃദയത്തെ ആരായും ദൈവം. മോനെ, നീ രഹസ്യമായിട്ടാണ് ചെയ്തത്, നീ രഹസ്യമായിട്ടാണ് പറഞ്ഞത്, നീ രഹസ്യമായിട്ടാണ് ചിന്തിച്ചത്, രഹസ്യമായിട്ടാണ് നീ പ്രവർത്തിച്ചത്. എന്നാൽ സ്വർഗത്തിലെ ദൈവം കണ്ടിരിക്കുന്നു, ദൈവത്തിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. നീ പൈസ അപഹരിച്ചത് മനുഷ്യരെ അറിഞ്ഞില്ല, നീ ഒരു പാവ മനുഷ്യനെ വഞ്ചിച്ചത് മനുഷ്യരെ അറിഞ്ഞില്ല. മോനെ, നീ നിൻ്റെ ജീവിതത്തിൽ ചില കുതന്ത്രങ്ങൾ മെനഞ്ഞത് മനുഷ്യരെ അറിഞ്ഞില്ല. മോളെ, നിൻ്റെ ജീവിതത്തിൽ ചില അപാകതകൾ സംഭവിച്ചത് മനുഷ്യരെ അറിഞ്ഞില്ല. നിൻ്റെ മാതാപിതാക്കൾ അറിഞ്ഞില്ല, ഭർത്താവ് അറിഞ്ഞില്ല, മക്കൾ അറിഞ്ഞില്ല. പക്ഷേ എല്ലാം അറിയുന്നൊരു ദൈവമുണ്ട്. അതാണ് സങ്കീർത്തനം 7:9 നാം വായിക്കുന്നത്. നീതിമാനായ ദൈവം ഹൃദയങ്ങളെയും ഇന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നുവല്ലോ. ദൈവം ഹൃദയങ്ങളെയും ഇന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നു. എല്ലാം കാണുന്ന ദൈവം 139-ാം സങ്കീർത്തനത്തിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. 139-ാം സങ്കീർത്തനം ഒരുപക്ഷേ നിങ്ങൾക്ക് ചിലർക്ക് കാണാതെ അറിയാമായിരിക്കും. കാണാതെ പഠിക്കേണ്ട ഒരു സങ്കീർത്തനമാണ് 139-ാം സങ്കീർത്തനം. 139-ാം സങ്കീർത്തനം നമുക്ക് വായിക്കാം. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എന്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേലില്ല.
നീ മുമ്പും പിമ്പും എന്നെ അടച്ചു, മുമ്പും പിമ്പും എന്നെ അടച്ച് നിന്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു, പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് ഗ്രഹിച്ചുകൂടാതെ ഉന്നതമായിരിക്കുന്നു. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? അവരെ വിളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെ ഉണ്ട്, സ്വർഗ്ഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. പാതാളത്തിൽ എന്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെ ഉണ്ട്, വെള്ളത്തിൽ എന്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. ഞാൻ ഉഷസ്സിൻ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് എന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. നിന്റെ വലം കൈ എന്നെ പിടിക്കും, വലം കൈ എന്നെ പിടിക്കും. ഇരുട്ടെ എന്നെ മൂടിക്കളയട്ടെ, വെളിച്ചം എന്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ, വെളിച്ചമെന്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ, ഇരുട്ടുപോലും നിനക്ക് മറവായിരിക്കയില്ല. ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കയില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും, പകൽ പോലെ പ്രകാശിക്കും. ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. നിനക്ക് ഒരുപോലെ തന്നെ. നിത്യനായ ദൈവത്തെ മറയ്ക്കാൻ സാധ്യമല്ല. സ്നേഹിത, നിന്റെ ജീവിതത്തിൽ നീ പലതും മറച്ചു വെച്ചു. സ്വർഗത്തെ ദൈവത്തെ മറയ്ക്കാൻ സാധ്യമല്ല. മകളെ, നിന്റെ ജീവിതത്തിൽ നീ പലതും മറച്ചു വെച്ചു. നിത്യനായ ദൈവത്തെ മറയ്ക്കാൻ സാധ്യമല്ല. എല്ലാം വെളിപ്പെടുന്നൊരു ദിവസമുണ്ട്. എല്ലാം വെളിപ്പെടുന്ന ദിവസം. അന്ന് നീ ലജ്ജിതനായി തീരാതിരിക്കണമെങ്കിൽ ഇന്ന് നീ നിന്നെ തന്നെ താഴ്ത്തുക. ഇന്ന് നീ ദൈവസന്നിധിയിൽ വിനയപ്പെടുക. ഇന്ന് നീ അനുതാപത്തോടും കർത്താവെ തെറ്റുപറ്റിപ്പോയി എന്നുള്ള പശ്ചാത്താപത്തോടും കൂടെ ദൈവസന്നിധിയിലേക്ക് നീ ഓടി വരിക. കർത്താവിൻ്റെ പാദപീഠത്തിൽ നീ വീഴുക, നീ താഴുക. കർത്താവെ തെറ്റുപറ്റിപ്പോയി, നാഥ നീ എല്ലാം അറിഞ്ഞിരിക്കുന്നു, എല്ലാം കുറിച്ചു വെച്ചിരിക്കുന്നു. നിത്യന്യായവിസ്താര ദിവസത്തിൽ ഇതിനെല്ലാം ഞാൻ കണക്ക് പറയേണ്ടി വരുമല്ലോ. എൻ്റെ കർത്താവെ, ഇന്ന് എൻ്റെ ദൈവമേ, ഇന്ന് ഈ പാപങ്ങളുടെ കറകളെല്ലാം എന്നിൽ നിന്ന് മായിച്ച് എൻ്റെ പാപങ്ങൾ നീ ക്ഷമിച്ചു തരണമേ. ഇത് രക്തത്താൽ എന്നെ കഴുകണമേ. സ്നേഹിതരെ, നിങ്ങൾ വിശ്വസിക്കൂ, യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപം പോക്കി ശുദ്ധീകരിക്കുന്നു. കഴുകുന്ന തിരുരക്തമുണ്ട്. യേശു നിൻ്റെ പാപത്തെ കഴുകാനാണ്. മകനെ, അവൻ കുരിശിന്മേൽ മരിച്ചത്. യേശു മകളെ നിൻ്റെ പാപത്തെ കഴുകാനാണ് തൻ്റെ തിരുവിലാവ് തുറന്നത്. തിരുവിലാവിൽ നിന്നൊഴുകിയതായി തിരുരക്തത്താൽ ഇന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പാപമോചനം ലഭിക്കും. വന്നുപോയ പാപത്തെ ഓർത്ത് അനുതാപത്തോടെ കർത്താവിനോട് അപേക്ഷിപ്പീൻ. നാഥ, എനിക്ക് പാപം ക്ഷമിച്ചു തരണമേ. എൻ്റെ കർത്താവേ, എൻ്റെ ഓരോ അവയവങ്ങൾ കൊണ്ടും പാപം ചെയ്തു പോയി. ഇന്ന അവയവങ്ങളിൽ എനിക്ക് കറ പറ്റിപ്പോയി, ഇന്ന അവയവങ്ങളിൽ എനിക്ക് തെറ്റുപറ്റിപ്പോയി. എൻ്റെ ദൈവമേ, എൻ്റെ വാക്കിൽ തെറ്റുപറ്റിപ്പോയി, എൻ്റെ ചിന്തയിൽ തെറ്റുപറ്റിപ്പോയി, എൻ്റെ വികാരത്തിൽ തെറ്റുപറ്റിപ്പോയി, എൻ്റെ ആഗ്രഹത്തിൽ തെറ്റുപറ്റിപ്പോയി, എൻ്റെ മോഹത്തിൽ തെറ്റുപറ്റിപ്പോയി. എൻ്റെ ദൈവമേ, എൻ്റെ പ്രവൃത്തികളിൽ ഞാൻ വീഴ്ചയിലായിപ്പോയി. നാഥ, എനിക്ക് തിരുത്താൻ വകയില്ല, എനിക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ മാർഗമില്ല. ഇപ്പോൾ പ്രായശ്ചിത്തത്തിന് കഴിവില്ല. ഞാനിതാ തിരുവൻപാകെ വരുന്നു. എനിക്ക് വേണ്ടി പ്രായശ്ചിത്തം ചെയ്യുവാൻ ഉടയവനെ നീ കുരിശിൽ മരിച്ചു ഞാൻ വിശ്വസിക്കുന്നു. എന്നെ തന്നെ ഞാനിതാ തൃപ്പാദത്തിങ്കൽ യാഗമായി അർപ്പണം ചെയ്യുന്നു. സ്വീകരിക്കണമേ, എന്നെ കൈക്കൊള്ളണമേ, കറകൾ കഴുകണമേ. എൻ്റെ നാഥ, എൻ്റെ തെറ്റുകൾ കണക്കിടരുതേ. എൻ്റെ ദൈവമേ, നിത്യതയിലേക്ക് ഞാൻ വരുമ്പോൾ പാവമില്ലാത്തവനായി കറയില്ലാത്തവനായി വരുവാൻ എന്നെ ഇന്ന് നീ വിശുദ്ധീകരിക്കണമേ. എൻ്റെ മേൽ തൃക്കരം വെച്ച് എന്നെ അനുഗ്രഹിക്കണമേ. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തിരുവചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എൻ്റെ നാഥ, നിൻ്റെ ഈ മക്കളെല്ലാം തുടരണമേ, അനുഗ്രഹിക്കണമേ, എല്ലാവരെയും വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ രക്തത്തിൻ്റെ അത്ഭുത ശക്തി അനുഭവിക്കാനുള്ള ഭാഗ്യം എല്ലാവർക്കും നൽകണമേ. കെണികളിൽ നിന്ന് വിടുവിക്കണമേ, ദുഷ്ടൻ്റെ വലകളിൽ നിന്ന് വിടുവിക്കണമേ, എല്ലാവരെയും നന്മകളാൽ നിറയ്ക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.